നമ്മുടെ അയൽനാടായ ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ക്വാട്ട സിസ്റ്റം ഇത് അവസാനിപ്പിക്കണം. ഇതിനു വേണ്ടിയായിരുന്നു വിദ്യാർത്ഥികളുടെ എല്ലാം പ്രതിഷേധം. ഈ ക്വാട്ട സിസ്റ്റം എപ്പോഴാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, എപ്പോഴാണ് അവസാനിപ്പിച്ചത്, വീണ്ടും ഇതിനെപ്പോഴാണ് കൊണ്ടുവന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ആദ്യ വീഡിയോയിൽ കണ്ടിരുന്നു. ഇതിന് എതിരെയായിരുന്നു ശക്തമായ പ്രതിഷേധം. ഒരു ഘട്ടത്തിൽ ഈ ക്വാട്ട സിസ്റ്റം സർക്കാർ കൊണ്ടുവന്നതല്ല, ഇത് കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണ് ക്വാട്ട സിസ്റ്റം വീണ്ടും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാലും ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ക്വാട്ട സിസ്റ്റം നടപ്പാക്കില്ല എന്ന റിസൾട്ട് വരുന്നു. ഇത് വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന്റെ വിജയം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത ഘട്ട പോരാട്ടം വീണ്ടും വരുന്നു. ഇത് ക്വാട്ട സിസ്റ്റത്തെ എതിർത്തൊന്നും അല്ല, ഷെയ്ഖ് ഹസീനെ എതിർത്ത്. ഷെയ്ഖ് ഹസീന ഉടൻ തന്നെ റിസൈൻ ചെയ്യണം, ഒരു പ്രൈം മിനിസ്റ്ററായി ഇരിക്കാൻ പാടില്ല, അവരെ ആ സ്ഥാനത്ത് നിന്നും തൂക്കി എറിയണമെന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ആ പ്രൊട്ടസ്റ്റിൽ വീണ്ടും ബംഗ്ലാദേശിന്റെ സൈനികർ അവരുടെ പണി നോക്കാൻ തുടങ്ങി. 20-30 പേരോളം കൊല്ലപ്പെടുന്നു. വീണ്ടും വലിയൊരു പ്രശ്നമായി മാറുന്നു. ഇതാണ് ശരിയായ സമയം എന്ന് ചിന്തിച്ച് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കാൻ തുടങ്ങി. ഷെയ്ഖ് ഹസീന ഒരു സർവാധികാരിയാണെന്ന് പല മീഡിയാസും പറയാൻ തുടങ്ങി. സത്യത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തായിരുന്നു ബംഗ്ലാദേശ് വലിയൊരു വളർച്ച കണ്ടതെന്നതും നമ്മൾ അറിയേണ്ട ഒരു സത്യമാണ്. ഇന്ത്യയെക്കാളും ബംഗ്ലാദേശ് വളർന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഷെയ്ഖ് ഹസീന ഒരു സർവാധികാരിയെ രൂപമെടുത്തു എന്ന് പറഞ്ഞ് അവരെ ആ നാട്ടിൽ നിന്നും പുറത്താക്കുന്നു. ആ നാട്ടിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ പറക്കുന്നു. ആ ഹെലികോപ്റ്റർ നേരെ ഉത്തർപ്രദേശിൽ വന്നിറങ്ങി, ഇന്ത്യയിൽ വന്നിറങ്ങി. ഇന്ത്യക്കുള്ളിൽ വന്ന ഷെയ്ഖ് ഹസീനെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഓഫീസറായ അജിത് ഡോവൽ കണ്ട് സംസാരിക്കുന്നു. ഏത് നാടിനാണോ ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത്, ആ നാടിന് ഇപ്പോൾ ആവശ്യം രണ്ടാമത്തെ സ്വാതന്ത്ര്യ പോരാട്ടമല്ല. ആ നാടിപ്പോ ഒരു നാശത്തെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വീടുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. അവിടെയുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ വീടുകൾ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള സത്യമാണോ ഇവിടെയുള്ളവർ സംസാരിക്കുന്നത്, അതോ വീണ്ടും അതിനൊരു മതകലാപമാക്കി മാറ്റുന്നോ എന്നൊന്നും അറിയില്ല. എന്നാൽ അവിടെയുള്ള ഹിന്ദുക്കളുടെ ക്ഷേത്രമെല്ലാം നശിപ്പിക്കുന്നു. ആ വീഡിയോയും പുറത്തു വരുന്നു. അപ്പോൾ ഒരു നാട്ടിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ, പല രീതിയിലുള്ള സമ്മർദ്ദം വരുമ്പോൾ ആ നാട്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. ആ ആഭ്യന്തര യുദ്ധം കാരണം ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ പിതാവിന്റെ പ്രതിമ തകർത്തെറിയുന്നു. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ്, അവരുടെ അവകാശമാണ്, അവരതിൽ തീർച്ചയായും ജയിക്കും എന്നൊക്കെ. സത്യത്തിൽ അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണ്. ഷെയ്ഖ് ഹസീനയുടെ വീട്ടിൽ അവിടെ ഷെയ്ഖ് ഹസീനയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. ആ വീട് തകർത്ത് അവർ ധരിക്കുന്ന അടിവസ്ത്രം എടുത്ത് തൂക്കി കാണിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അതെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ വിദ്യാർത്ഥികളല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് പുറകിൽ മറ്റു കാരണങ്ങളുണ്ട്. മറ്റ് പല നാടുകളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിനകത്ത് 24 പേരെ അടച്ചു വെക്കുകയും അവരെ അഗ്നിക്കിരയാക്കി. 2 പേരുടെ തോലുരിച്ചു കൊല്ലുന്നു. ഒരു പാലത്തിന് താഴെ 2 പേരെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരാളെ കല്ലുകൊണ്ട് തന്നെ അടിച്ചു കൊന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എല്ലാം ഞങ്ങളുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമായി തോന്നുന്നേ ഇല്ല. ഇതൊരു കലാപമാണ് എന്ന് പറഞ്ഞാൽ പോലും അത് കേൾക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അവിടെയുള്ള ആളുകൾ. ഇപ്പോൾ പോലും അവിടെ ഇന്റർനെറ്റ് ഇല്ല, കറണ്ട് ഇല്ല, പല പ്രശ്നങ്ങൾ. ഇങ്ങനെ പ്രശ്നം അധികമായി ആ നാട് മുഴുവനും നശിച്ച് ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഇപ്പോ പാകിസ്ഥാൻ കഷ്ടപ്പെടുന്നത് പോലെ കടം വാങ്ങി അവിടെ രാഷ്ട്രീയ സ്റ്റെബിലിറ്റി ഇല്ലാതെ, ജോലി സാധ്യതകളില്ലാതെ, തീവ്രവാദം വളർന്ന് ഇതേ ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശും ഇപ്പോൾ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബംഗ്ലാദേശിന്റെ ഫോറിൻ മിനിസ്റ്ററായ ഹസൻ മുഹമ്മദ്, അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നു. പാർലമെന്റിൽ കയറി കസേരയും മേശയും എല്ലാം അടിച്ചു തകർക്കുന്നു. ഇതിനുശേഷം അവിടെ ആരാണ് നേതാവ്? താൽക്കാലികമായി ഒരു ഗവൺമെന്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഗവൺമെന്റ് ആരുടേതായിരിക്കും, ആരുടെ നേതൃത്വത്തിലായിരിക്കും എന്നതാണ് ചോദ്യം. ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലുള്ള ഒരുപാട് പേര് ടോർച്ചർ ചെയ്യണം, അല്ലെങ്കിൽ നാട് കടത്തണം, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് അവിടെയുള്ളവരുടെ ഏറ്റവും വലിയ ആവശ്യം. ഈ ആവശ്യത്തിന് കീഴിലായിരുന്നു ഫോറിൻ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്തത്. അതുപോലെ അവാമി ലീഗിന്റെ MP ഷാഹിൻ സക്ലത്തിയാർ എന്നയാൾക്ക് ഒരു ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ടായിരുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാം. അതിനുള്ളിൽ കയറി അവിടെയുള്ളവരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ 24-25 പേരെ അകത്ത് പൂട്ടിവെക്കുകയും ആ ഒരു ബിൽഡിങ്ങിനെ തീ കൊളുത്തുകയും ചെയ്തു. അതിനുള്ളിലെ 24 പേർ ആ തീയിൽ വെന്ത് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ആ കെട്ടിടം മുഴുവനും നശിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഇന്റർനാഷണൽ മീഡിയ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്.
കാരണം UK ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ, ഇവിടെ ഇറാൻ ഇസ്രായേൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ബംഗ്ലാദേശ് ഒരു ഏഷ്യൻ നാട്, അതൊക്കെ വലിയ കാര്യമായി സംസാരിക്കണോ, ശ്രദ്ധിക്കണോ എന്നുള്ള രീതിയിലാണ് അവരുടെ വാർത്തകൾ. ചെറിയ രീതിയിലുള്ള ഒരു വാർത്ത പോലെ പറഞ്ഞു പോകുന്നു, അത്രമാത്രം. സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു വംശഹത്യ നടക്കുകയാണ്. അവിടെയുള്ള മതകലാപം എന്നത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള 2-3 ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു എന്ന് മൈനോറിറ്റീസ് ഇടുന്ന വീഡിയോസും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നു. എന്നാൽ ഇവിടെയുള്ള ചിലർ പറയുന്നത് ഇല്ലില്ല, അവിടെ മതം കാരണം യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ സത്യമെന്നത് അവിടെയുള്ള മൈനോറിറ്റീസ് വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ മരിച്ചു വീഴുന്നതെല്ലാം കലാപകാരികൾ എന്നാണ് പലരും പറയുന്നത്. പക്ഷെ സത്യത്തിൽ മരണഭീതിയിൽ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് 2 സ്ത്രീകൾ വീഡിയോ ഇട്ടിരുന്നു. അവരെ കൊല്ലുന്നു. ആ വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ മൈനോറിറ്റീസ് ആണ്, ഞങ്ങളുടെ വീടുകളെല്ലാം അവർ നശിപ്പിക്കുന്നു എന്ന്. അവരെയാണ് കൊന്നത്. എന്നാൽ പലരും പറയുന്നത് ഇല്ല, അവിടെ മരിച്ചു വീഴുന്നതെല്ലാം കലാപകാരികളാണെന്ന്. മറ്റൊന്ന്, ഷേഖ് ഹസീനയുടെ പിതാവ് അദ്ദേഹത്തിന്റെ പ്രതിമയെ മുഴുവനായും നശിപ്പിക്കുന്നു. അത് ഇദ്ദേഹത്തിൻ്റെതെന്നല്ല, ആരുടെ പ്രതിമയായാലും, ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഏത് പ്രതിമയായാലും അത് ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ ഒരു പ്രതിമയെ നശിപ്പിച്ചു. ശരി, അത് നമുക്ക് സമ്മതിക്കാം, ശരി തന്നെയാണ്. എന്നാൽ ആ സ്ഥലത്ത് ആ പ്രതിമയെ നശിപ്പിച്ചു, അതിന് മുകളിൽ കയറി നിന്ന് യൂറിനേറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതേത് പ്രതിമയാണ് എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. ആ നാടിന് അവർ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത വ്യക്തിയുടെ പ്രതിമയ്ക്ക് മുകളിൽ കയറി നിന്ന് യൂറിനേറ്റ് ചെയ്യുന്നു. അവർക്ക് താഴെയായി ഒരുപാട് പ്രതിഷേധകാരികളുണ്ട്. അപ്പോ ഇതിനെയൊക്കെ ഇവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പോലും അറിയില്ല. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്താൽ അതിന് മുകളിൽ കയറി നിന്ന് യൂറിനേറ്റ് ചെയ്താൽ നമുക്ക് എന്തുമാത്രം ദേഷ്യം വരും. അപ്പോ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇതും. എന്നാൽ ഇതിനെയും പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് പേർ പറയുന്നുണ്ട്, ഷേഖ് ഹസീനയുടെ സർവാധികാരം ഇവിടെ നശിച്ചു, ഞങ്ങൾ ഉടച്ചെറിഞ്ഞു എന്ന് പലരും സംസാരിക്കുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ പോകാം. അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ ഇന്ത്യയിലും ഇതുപോലൊരു പ്രശ്നം വന്ന് അതൊരു മതകലാപമായി മാറുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നോക്കിക്കാണും എന്നുള്ളതിന് പ്രെഡിക്റ്റ് ചെയ്യാനേ സാധിക്കില്ല. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, മനുഷ്യരെ ഈ മാധ്യമങ്ങൾ എങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതും അറിയാത്തൊരു രഹസ്യമാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസിയിലുള്ള 30 ഓഫീസേഴ്സ്മാരെ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഗവൺമെന്റ് അവരെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ അതിനുള്ള മീറ്റിംഗ് നടത്തി. എല്ലാവരും അതിൽ വന്ന് സംസാരിച്ചു. അവർ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഇതാണ് സംഭവിക്കുന്നത്. ഷേഖ് ഹസീനെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 40 മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട്. ആ 40 മിനിറ്റിൽ പുറത്തു പോയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. വന്നാൽ ഷേഖ് ഹസീനയുടെ പ്രധാനപ്പെട്ട ഒരു ബന്ധുവാണ് സൈനികത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുള്ളത്. അയാൾ പറഞ്ഞത് ഉടൻ തന്നെ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന്. എന്നാൽ അതേസമയം ഷേഖ് ഹസീനയെ പുറത്താക്കാതിരിക്കാൻ ഒരു കൂട്ടം കാത്തിരിക്കുകയാണ്. അവരെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം. ഇപ്പോ ഇന്ത്യ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഷേഖ് ഹസീനെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക, വിമാനം പുറപ്പെടുക, ആ വിമാനത്തിന് എസ്കോർട്ട് നൽകാൻ, സംരക്ഷണം നൽകാൻ 2 റഫേൽ വിമാനങ്ങൾ പറക്കട്ടെ. ഇങ്ങനെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവാളിന്റെ നേരിട്ടുള്ള ഉത്തരവിൻ പേരിൽ ഷേഖ് ഹസീന നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മുടെ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇപ്പോൾ ഷേഖ് ഹസീനയെ നമ്മൾ രക്ഷപ്പെടുത്തി എന്നൊരു സംസാരം വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിമർശനങ്ങളും വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബംഗ്ലാദേശിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ? ഇന്ത്യയുടെ കൈവിട്ട് ബംഗ്ലാദേശ് ഇങ്ങനെ പോകുമായിരുന്നോ എന്നൊരു ചോദ്യവും വരുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ മറുപടി പറയണമെന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിന് പുറകിൽ ആരും അറിയാത്ത, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്ന ഒരു വലിയ കാരണമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം വലിയൊരു കാരണക്കാരനുണ്ട്. അമേരിക്ക എനിക്കൊരു എയർബേസ് വേണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അമേരിക്ക ബംഗ്ലാദേശിൽ ഒരു എയർബേസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്തോ പസഫിക് റീജിയൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി കാണുന്നു. അതിനാൽ അമേരിക്ക ചോദിച്ച ബേസ് നൽകാൻ കഴിയില്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞു. ചൈന ചോദിച്ച പോർട്ട് നൽകാൻ കഴിയില്ല എന്നും ബംഗ്ലാദേശ് പറഞ്ഞു. എന്നാൽ ഇവ രണ്ടും ഇന്ത്യക്ക് നൽകാൻ ബംഗ്ലാദേശ് തയ്യാറായി. അതിൽ ഒരു പോർട്ട് ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം നമുക്ക് ലഭിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഈ 2 നാടുകൾക്കും ഇന്ത്യയോട് തീർച്ചയായും ഒരു ദേഷ്യം വരും. ഒരു ഭാഗത്ത് നമ്മുടെ ശത്രുനാടായ ചൈന, മറ്റൊരു ഭാഗത്ത് എല്ലാ നാടുകളെയും അടിമയാക്കി ഭരിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു സർവാധികാരിയായ അമേരിക്ക. അതിനാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയിലെല്ലാം അമേരിക്ക പറഞ്ഞത് ഷേഖ് ഹസീനയുടെ വിസ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു, പാസ്പോർട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. ഡയറക്റ്റ് അമേരിക്ക അല്ല അറിയിപ്പ് നൽകിയത്, പക്ഷെ പല മീഡിയാസും ആ ഒരു വിവരം പുറത്തുവിട്ടു. അപ്പോ ഇതിലൂടെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ ഞങ്ങൾ മാനിക്കുന്നു, അവിടെ താൽക്കാലിക ഗവൺമെന്റ് വരുന്നുവെന്നും പറഞ്ഞു. അതിനെയും ഞങ്ങൾ വരവേൽക്കുന്നു. ഷേഖ് ഹസീനെ പുറത്താക്കുന്നത് ഉത്തമമായ ഒരു തീരുമാനമെന്നാണ് അമേരിക്കയുടെ നിലപാട്.
ഇവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്ന് പറയുന്ന അമേരിക്ക തന്നെയാണ് പല നാടുകളുടെ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും പണം കൊടുത്ത് പരോക്ഷമായി പല നാടുകളിലും പ്രശ്നമുണ്ടാക്കി ഫോറിൻ ഏജൻസിനെ എല്ലാം അകത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ രീതിയിൽ പല നാടുകളെയും ചിന്നാഭിന്നമാക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതിനാൽ ബംഗ്ലാദേശ് പ്രശ്നത്തിന് പുറകിൽ CIA ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയില്ല, അമേരിക്ക ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയില്ല. വ്യക്തമായ രീതിയിൽ പദ്ധതിയിട്ട് അവയെല്ലാം വളരെ വ്യക്തമായി കരുക്കൾ നീക്കി പ്രവർത്തിപ്പിക്കുകയും അതിനെ ഒരു വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാക്കി കൊണ്ടുവന്ന് അതിനെ എസ്കലേറ്റ് ചെയ്ത് അതിലൂടെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി. ഷെയ്ഖ് ഹസീനയുടെ മകൻ ഇതിനുശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിൽ പറഞ്ഞത് ഇനി മുതൽ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീന വരില്ല എന്ന്. അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റിനെ ശരിയായ രീതിയിൽ വഴി നടത്താനും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനി അവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടട്ടെ, പരസ്പരം ആക്രമിച്ച് മരിക്കട്ടെ, അല്ലെങ്കിൽ പരസ്പരം ആക്രമിച്ച് സത്യം മനസ്സിലാക്കട്ടെ എന്ന് നിരാശയുടെ മുനമ്പിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചു. ഇവിടെ ഒരു നാട്ടിൽ സൈനിക ഭരണം നടന്നാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ നാട് നന്നാകില്ല. എത്രയോ നാടിനെ ഉദാഹരണമായി എടുക്കാം. അടുത്തുള്ള മ്യാൻമറിനെ നോക്കാം. എത്ര വർഷമായി അവിടെ സൈനിക ഭരണം നടക്കുന്നു. ആ സൈനിക ഭരണത്തിൽ അവർ സന്തോഷവാന്മാരാണോ? ഒരിക്കലുമില്ല. സംസാരിക്കാൻ പോലും അവിടെയുള്ള ജനങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെ സംസാരിച്ചാൽ അവരുടെ വായിൽ തന്നെ നിറയൊഴിക്കും. കുറെ പേർ കൂടിയിരുന്ന് സംസാരിച്ചാൽ അവിടെ ബോംബെറിയും. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് നേരെ തന്നെ മ്യാൻമർ എയർ സ്ട്രൈക്ക് നടത്തി കൊല്ലുന്നു. ചോദിക്കാൻ പോലും അവിടെ ആരുമില്ല, ചോദിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് നാടുകൾ വലിയ രീതിയിൽ ബംഗ്ലാദേശിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്നതല്ലാതെ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ബംഗ്ലാദേശിനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരല്പം പ്രയാസമാണ്. എന്നാൽ രണ്ട് നാടുകൾ ബംഗ്ലാദേശിനെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. പ്രധാനമായും അതിൽ 80% അമേരിക്ക ബംഗ്ലാദേശിനെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. ബാക്കി 20% അത് ചൈന, അവരും ബംഗ്ലാദേശിനെ നിയന്ത്രണത്തിലാക്കും. പക്ഷേ ഈ രണ്ട് നാടുകളും ഒരു നാടിനെ പ്രോക്സിയാക്കി മാറ്റും. അതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് പണം കൊടുത്തോ പാകിസ്ഥാനോട് സംസാരിച്ചോ ബംഗ്ലാദേശിനോട് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ ആവശ്യപ്പെടും. നീ ഇങ്ങനെയെല്ലാം സംസാരിച്ചാൽ നിനക്ക് രണ്ട് ലാഭമുണ്ടാകും. ഒന്ന്, ഇന്ത്യ നശിപ്പിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഞങ്ങളുടെ പണവും ലഭിക്കുമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശിനെ ഇതിനുള്ളിലേക്ക് വലിച്ചിടേണ്ട ഒരുപാട് സാധ്യതയുണ്ട്. ബംഗ്ലാദേശിലെ എക്സ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഖലീദാ സിയയെ മോചിപ്പിച്ചു. ഈ ഖലീദാ സിയയുടെ ഭരണകാലത്തിലായിരുന്നു അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേ ഖലീദാ സിയെ ഇപ്പൊ മോചിപ്പിച്ചിട്ടുണ്ട്. ഹൗസ് അറസ്റ്റിലായിരുന്നു അവരെ മോചിപ്പിച്ചു. അങ്ങനെ ബംഗ്ലാദേശ് ഇപ്പോൾ കത്തിയെരിയുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലും എത്ര പേരവിടെ മരിച്ചു എന്നതിന്റെ കണക്കേ ഇല്ല. അതെല്ലാം പുറത്തു വരുമ്പോൾ ഇത്രയൊക്കെ നടന്നോ എന്ന് ചിന്തിച്ച് നമ്മൾ തന്നെ അന്തിച്ചു പോകും. അത്രത്തോളം ക്രൂരതകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിനെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? എങ്ങനെ ഇനി ബംഗ്ലാദേശ് വളരും? ബംഗ്ലാദേശിന്റെ വീഴ്ചയ്ക്ക് ആരാണ് യഥാർത്ഥ കാരണം? വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തീർച്ചയായും അറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. സത്യത്തിൽ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം ആരായിരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.